ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് നമ്മുടെ ഹോണ്ട ഷൈനാണ് വണ്ടി. ടെസ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റി അഴിച്ചേക്കണതാണ്. അഴിച്ച് പെയിൻറ്റിങ് നടത്തിയിട്ടുണ്ട്. അതായത് വീല് മാത്രമാണ് നമ്മൾ നിർത്തിയിട്ടുള്ളൂ. ബാക്കിയത്തെ എല്ലാ ഭാഗം തന്നെ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും പെയിൻ്റ് എത്തുന്ന രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് വീല് അഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് എമൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കണത്. അപ്പോൾ വർക്ക് ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. നാളെ വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഷൈൻ വണ്ടി ടെസ്റ്റ് വർക്കായിട്ട് കയറ്റിയിരുന്നതാണ്. അതിൻ്റെ ഫുൾ പെയിൻറ്റിങ് ആയിരുന്നു. പെയിൻറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് പെയിൻറ്റിങ് നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്ക് ഈ ടാങ്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ ചിളക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ടാങ്ക് ലെവൽ ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ ലെവലിങ്ങിൻ്റെ ഇത് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റൊക്കെ നമുക്കിപ്പോൾ സെപ്പറേറ്റ് പഞ്ച് ചെയ്ത് കയറ്റിയാണ് കേട്ടോ. നമ്പർ പ്ലേറ്റ് അലുമിനിയം ടൈപ്പ് പഞ്ചിങ് ആക്കിയിട്ട് പിന്നെ സ്റ്റിക്കർ സെറ്റ് ഫുൾ സെറ്റ് സ്റ്റിക്കർ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഫ്രഷ്നെസ് കറക്റ്റ് പുതിയ വണ്ടിയുടെ അതേ ലുക്കിലേക്ക് എത്തിയത്. പിന്നെ മൊത്തത്തിൽ നമ്മൾ അഴിച്ച് ഫുൾ പീസാക്കിയിട്ട് വാട്ടർ സർവീസ് ചെയ്തിട്ട് വേണം നമുക്ക് പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ വാഷിങ്ങിന് സാധാരണ നമ്മൾ ബോഡി വാഷ് ചെയ്യുന്ന റേറ്റ് അല്ല, വാഷിങ്ങിൻ്റെ എമൗണ്ട് വരാം. അത് ഫുള്ളായിട്ട് അഴിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കർ നമ്മൾ അഡീഷണൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് ഒട്ടിച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ നമുക്ക് എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫുഡ് ട്രസ്റ്റ്, അതിൻ്റെ റബ്ബറുകൾ, ഈ ബാക്കിൽ വരുന്ന ഫുഡ് ട്രസ്റ്റ് അതൊക്കെ നമ്മൾ പുതിയത് മാറ്റിയിട്ടാണ്. അതേപോലെ തന്നെ എൻജിനിലെ ഓയിൽ മാറ്റിയിട്ടുണ്ട്. ജനറലായിട്ട് സർവീസും ചെയ്തിട്ടുണ്ട് കേട്ടോ കൂട്ടത്തിക്കടെ. പിന്നെ ഫ്രണ്ട് ടയറൊക്കെ നമ്മളിപ്പോൾ പുതിയത് മാറ്റിയിട്ടാണ്. MRFൻ്റെ സാപ്പർ മോഡൽ കമ്പനി വന്ന ടൈപ്പ് നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് ടയറാണ് ഇപ്പോൾ യൂസ് ചെയ്തതാണ്. പിന്നെ അതേപോലെ ഇൻഡിക്കേറ്ററുകൾ 4 എണ്ണം, അതായത് ഫ്രണ്ടിലത്തെ 2 എണ്ണം മാറ്റിയിട്ട് ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റർ തന്നെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1000-1200 രൂപ നമുക്ക് ചിലവുണ്ട്. ഹോണ്ടയുടെ കമ്പനി ആയിട്ടാണ്, ഒറിജിനൽ പാർട്സ് മാത്രം നമ്മൾ യൂസ് ചെയ്യണേ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള റേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ കാർബേറ്ററിൻ്റെ ചോക്ക് സ്റ്റാർട്ടർ, അതിൻ്റെ ഉള്ളിൽ തന്നെ ചോക്ക് സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പെട്രോളിൻ്റെ ടാപ്പ് നമ്മൾ ഫുൾ ടാങ്കൊക്കെ അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെട്രോളിൻ്റെ ടാപ്പ് നമ്മൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഫിൽറ്ററൊക്കെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്രിപ്പ് ഓവറുകൾ 2 ഹാൻഡിലിൻ്റെ ഗ്രിപ്പ് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട് ബോൾട്ടുകളൊക്കെ നമുക്ക് അഡീഷണൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി എമൗണ്ട് കയറി വരാനുള്ള വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ MC സബ് അസംബ്ലി നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്താണ്. കാരണം ഓൾറെഡി ബ്രേക്ക് നമുക്കൊരു സ്മൂത്ത് അല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ MC സബ് ഫുള്ളായിട്ട് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡൊക്കെ തീർന്ന കിടന്നായിരുന്നു, മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് മാറ്റിയിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്ത് ബ്രേക്ക് ഫ്ലൂഡൊക്കെ ഫില്ല് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് പുതിയതായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ബ്രേക്ക് ഒരു കുറവ് പോലെ ഫീൽ ചെയ്യും കേട്ടോ. അതൊരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബ്രേക്ക് സാധാരണ നമ്മുടെ പുതിയ വണ്ടി എടുത്തപ്പോൾ എങ്ങനെയായിരുന്നു ആ കണ്ടീഷനിലേക്ക് ആവും. കാരണം ഇതൊക്കെ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അതേ ഒരു ക്വാളിറ്റിയിലേക്ക് നമുക്ക് അതിൻ്റെ ബ്രേക്കിങ് കിട്ടും. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വണ്ടി അഴിച്ചേക്കണതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ ഈ വീഡിയോനകത്ത് ആഡ് ചെയ്തേക്കാം. അപ്പോൾ വണ്ടി ക്ലിയർ ആയിട്ടുണ്ട്. പുതിയ വണ്ടിയുടെ അതേ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.